സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പച്ചടി തയ്യാറാക്കാൻ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കപ്പ് അരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി നമ്മളൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിളും നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത പൈനാപ്പിളും ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തീ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് അതിനകത്തേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലാതെ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മധുരവും പുളിപ്പും ഒക്കെ ചേർന്ന് ഈ പൈനാപ്പിൾ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈ പച്ചടിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.